ഹലോ ഗൈസ്, വെൽക്കം ടു T4 Tech Travels. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഒരു ബെഡ് ലാമ്പ് ഈസി ആയിട്ട് എങ്ങനെ ഒരു ബെഡ് ലാമ്പ് ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന് മുമ്പായി ഒരു കാര്യം പറയാനുണ്ട്. LED ബൾബിൻ്റെ നെഗറ്റീവും പോസിറ്റീവും എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇതിൽ ഇങ്ങനെ ഇപ്പോൾ ഒരു LED ഉണ്ടാകുക. ഇതിൽ നീളം കൂടിയ ലെഗ് പോസിറ്റീവും നീളം കുറഞ്ഞ ലെഗ് നെഗറ്റീവും അങ്ങനെയാണ് സാധാരണ ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സർക്യൂട്ടിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് ഒരു LED എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഞാനിതായി എക്സാമ്പിളായിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചു. ഇപ്പോൾ രണ്ട് ലെഗ് ഒരേപോലെയാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കുക എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഒന്ന് എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ ഒരു ബാറ്ററി വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ബാറ്ററി വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലത്തെ ഒരു ബാറ്ററി ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. ഇത് 9 വോൾട്ട് ബാറ്ററിയാണ്. 9 വോൾട്ട് ബാറ്ററിയിൽ ഡയറക്റ്റ് കൊണ്ട് LED കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടിച്ചു പോകും. നമ്മൾ ഒന്നിക്കിൽ ഇതേപോലെ 3.7 4 വോൾട്ട് ബാറ്ററി കിട്ടും. അതിൽ വെച്ചിട്ട് ചെക്ക് ചെയ്യുക. ഇതിലെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മളിവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. അവിടെ LED ടെർമിനലിൻ്റെ അടുത്ത് കൊണ്ടേ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇത് കത്തുന്നുണ്ട്. ഈ പോസിറ്റീവിന് നേരെയുള്ള ലെഗ് പോസിറ്റീവിലേക്കും നെഗറ്റീവിന് നേരെയുള്ളത് നെഗറ്റീവിലേക്കും. 9 വോൾട്ട് ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ LED ബൾബിനോടൊപ്പം ഒരു 1K റെസിസ്റ്ററും കണക്ട് ചെയ്ത് കൊടുക്കണം. ബാറ്ററി ഇല്ല, LED ബൾബ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് ഈ ബൾബ് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഉൾവശത്ത് ഒരു ഭാഗത്ത് പരന്നൊരു ലെഗ് ഉണ്ടാവും. അതായത് കൂടുതലായിട്ട് പരന്ന ഒരു ഭാഗവും ഒരു ചെറിയൊരു ഭാഗവും ഉണ്ടാവും. ആ കൂടുതലായിട്ട് പരന്ന ഭാഗത്താണ് നെഗറ്റീവ് ലെഗ് വരിക. ചെറിയൊരു ഭാഗം പോസിറ്റീവ് ലെഗുമാണ് ഉണ്ടാകുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു 2 പിന്ന് ഒരു LED ബൾബ്, ഒരു 1N4007 ഡയോഡ്, 58K റെസിസ്റ്റർ 1 വാട്ട്. ഫസ്റ്റ് നമ്മൾ ഈ കേസ് അഴിച്ചു മാറ്റണം. അതിനുശേഷം LED ഇറങ്ങാൻ പാകത്തിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ സോൾഡറിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ LED ബൾബിൽ 58K റെസിസ്റ്റർ കണക്ട് ചെയ്ത് കൊടുക്കണം. ഏത് അറ്റത്ത് കണക്ട് ചെയ്താലും പ്രശ്നമില്ല. അതിനുശേഷം മറ്റേ അറ്റത്ത് ഡയോഡ് കണക്ട് ചെയ്യണം. ഡയോഡിൻ്റെ വരയുള്ള ഭാഗം LED ബൾബിലേക്ക് കണക്ട് ചെയ്യണം. അതിനുശേഷം സോൾഡർ ചെയ്ത് കൊടുക്കുക. ഡയോഡിൻ്റെ അറ്റവും റെസിസ്റ്ററിൻ്റെ അറ്റവും 2 പിന്നിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കണക്ട് ചെയ്യണം. അതിനുശേഷം നമ്മളിത് ഈ സർക്യൂട്ട് കേസിലേക്ക് അടുക്കി വെക്കണം. ശേഷം ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യണം. ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ച് നല്ലപോലെ ചുറ്റണം. ഇല്ലെങ്കിൽ ഈ സർക്യൂട്ട് തമ്മിൽ കോണ്ടാക്റ്റ് വരികയും ഷോർട്ട് ആവുകയും ചെയ്യും. അതിനുശേഷം കേസ് സ്ക്രൂ ചെയ്യുക. എന്നിട്ട് സ്ക്രൂ ചെയ്ത ഭാഗത്തും ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ LED ബൾബ് സൈഡിലാണ് കണക്ട് ചെയ്തത്. നേരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പ്ലഗിലേക്ക് നോക്കുമ്പോൾ നമ്മളെ മുഖത്തേക്ക് അടിക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഇതാകുമ്പോൾ സൈഡിലേക്കാണ്. ഒന്നുകിൽ നമുക്ക് താഴെ ഭാഗത്ത് അല്ലെങ്കിൽ മേലെ ഭാഗത്തേക്ക് വെളിച്ചം വരുന്ന വിധത്തിൽ നമുക്കിത് പ്ലഗിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.